എല്ലാവർക്കും റൈഡർ കേരളയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. വെട്ടമുണ്ടെന്ന് തോന്നുന്നു, രാത്രിയാണ്, സമയം ഇപ്പോൾ 7:15 നമ്മളിപ്പോൾ നിൽക്കുന്നത് കുവൈറ്റിലെ ഫിഷ് മാർക്കറ്റിലാണ് നിൽക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് സൂക്കൽ ഷറക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഫിഷ് മാർക്കറ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് കുവൈറ്റ് സിറ്റിയുടെ സെൻട്രലായിട്ടാണ്, സിറ്റിയുടെ ഒരു ഹൃദയഭാഗത്ത് നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇങ്ങനൊരു വലിയ മാർക്കറ്റുള്ളത്. കുവൈറ്റിലുള്ള ഏറ്റവും വലിയ ഒരു ഫിഷ് മാർക്കറ്റാണ് ഈ സൂക്കൽ ഷറക്ക് എന്ന് പറയുന്നതിൻ്റെ അവിടെയുള്ള ഫിഷ് മാർക്കറ്റ്. ഇത് കൂടാതെ വേറൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. 2 ഫിഷ് മാർക്കറ്റാണ് ഇവിടെ മൊത്തം ഉള്ളത്, മെയിനായിട്ടുള്ളത്. രണ്ടാമത്തെ ഫാഹിലിൽ അൽക്കൂത്ത് മാളിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഫിഷ് മാർക്കറ്റാണ് രണ്ടാമത്തെ ഉള്ളത്. എൻ്റെ ഫിഷ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ് അതിൻ്റെ ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. ഈ പുറകെ കാണുന്ന ബിൽഡിങ്ങാണ് ഫിഷ് മാർക്കറ്റ്. ഇതിനകത്ത് 260ഓളം സ്റ്റോളുകളുണ്ട്. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ടും ഫിഷിന് വേണ്ടിയിട്ട് തന്നെ ഒരു 175ഓളം ഷോപ്പുകൾ ഫിഷിന് വേണ്ടിയിട്ട് തന്നെയുണ്ട്. ബാക്കിയുള്ള വെജിറ്റബിൾസിനും അങ്ങനെയുള്ള എല്ലാവർക്കും ചെറിയ ചെറിയ ഷോപ്പുകളായിട്ടാണ്. ഇതിൻ്റെ പുറത്തേക്കുള്ള രാത്രി കാഴ്ചകൾ അത് മനോഹരമാണ്. വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലോട്ട് നമുക്കൊന്ന് പോകാം. ഇതാണ് അതിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ. പാർക്കിംഗ് ഏരിയ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് പാർക്കിംഗ് ഏരിയ വരുന്നത്. ഇതാണ് ബിൽഡിങ്. നമുക്കതിൻ്റെ അകത്തോട്ടൊന്ന് കയറാം. നമുക്ക് ഇന്നും നമ്മളിവിടെ ഉള്ളത് മനുവാണ്. മനുവാണ് നമ്മുടെ കുവൈറ്റിലെ സാരഥി മനുവാണ് നമുക്കുള്ളത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ സൈഡിലെല്ലാം പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെയാണ് ഈ സൈഡിലുള്ളത്. ഇതിൻ്റെ നേരെയുള്ളതാണ് ഫിഷ് മാർക്കറ്റ്. ഇവിടെ ഈന്തപ്പഴത്തിൻ്റെ ഒക്കെ ഷോപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ലാൻഡേറ്റ്സിൽ കാണുന്ന പോലെയുള്ള 1-2 ഇതെല്ലാം ഉള്ള പല ടൈപ്പിലുള്ള ഈന്തപ്പഴമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 നേരം ലേലം നടക്കുന്നുണ്ട്. മെയിനായിട്ടും കുവൈറ്റുകൾക്കാണ് ലേലത്തിൻ്റെ ഇത് കൊടുക്കുന്നത്, കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മൾ ഫോറിനേഴ്സിന് വന്നിച്ചിട്ട് ഒരു കൊട്ടയൊക്കെ മേടിക്കാണ്ടാണെങ്കിൽ, ഒരു കൊട്ട എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു 8-10 കിലോ കാണുമായിരിക്കും. അത് മേടിക്കാനാണ് നമുക്ക് ഫോറിനേഴ്സിന് പറ്റുള്ളൂ. അല്ലാത്ത കൂടുതലും ഇവിടുത്തെ സ്വദേശികൾക്കാണ് മേടിക്കാനുള്ള അനുവാദം ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ലേലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 5:30-ക്കും ഉച്ചയ്ക്ക് ഒരു 3-3:30-ക്കും വൈകുന്നേരം 7 മണി കഴിഞ്ഞ് ഈ സമയങ്ങളിലാണ് ലേലം നടക്കുന്നത്. രാവിലെ നടക്കുന്ന ലേലത്തിൽ വരുന്ന മീനാണ് ഇവിടുത്തെ കുവൈറ്റിലെ ലോക്കൽ പിടിക്കുന്ന മീൻ. ബാക്കിയുള്ള സമയത്ത് നടക്കുന്ന ലേലത്തിൽ കൊടുക്കുന്ന മീനുകൾ പുറം രാജ്യത്തു നിന്ന് വരുന്നത്, സൗദി, ഒമാൻ, ബഹ്റിൻ അങ്ങനെയുള്ള രാജ്യത്തു നിന്ന് വരുന്നതാണ് ബാക്കിയുള്ള സമയത്ത് നടക്കുന്ന ലേലം. ഇതാണ് ഇവിടുത്തെ, ഞാനിവിടുത്തെ ചുറ്റും ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്നില്ല, ഇതാണ് ഇവിടുത്തെ ലേലത്തിന് വേണ്ടി വെക്കുന്ന രീതിയാണ് ക്രാബ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഇവരുടെ പല രീതിയിൽ മീനുകൾ തരംതിരിച്ച് വയ്ക്കുന്നുണ്ട്, 3-4 സൈസായിട്ട്. അതിൻ്റെ പല അളവിനനുസരിച്ചാണ് മീനിൻ്റെ വില വരുന്നത്. ഓരോ സൈസിലുള്ള മീനും ഓരോ വിലയാണ് പറയുന്നത്.
അപ്പോൾ നമ്മൾ ഇവിടുന്ന് മീനെല്ലാം മേടിച്ച് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാട്ടിലാണ്, ചെങ്ങായ നാട്ടിലാണ്, മലപ്പുറമാണ് സ്വദേശം. എവിടെ 6 വർഷത്തോളമായി ഇവിടെ. നമ്മൾ ഇവിടുന്ന് സ്ഥിരം കസ്റ്റമേഴ്സാണ് ഇവരെല്ലാവരും. നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഇവിടെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, ഒരുപാട് ആൾക്കാരുണ്ട് മലയാളികളായിട്ട്. ഈ ഒരു ഏരിയയിൽ മൊത്തം മലയാളികളുടെ കടകളാണ് ഈ ഒരു ഏരിയയിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സൂക്കിൻ്റെ പുറകുവശത്താണ്. ഇതാണ് കോസ്റ്റൽ സീ ഏരിയ. ഇതാണ്, ഇവിടെയാണ് ബോട്ടുകളെല്ലാം കിടക്കുന്നത്. ഇവിടെയാണ്, ഇവിടുന്നാണ് ഫിഷ് മാർക്കറ്റിലോട്ട് കൊണ്ടുപോകുന്നത്. മാർക്കറ്റ് ഈ കാണുന്നതാണ് മാർക്കറ്റ്. അപ്പോൾ ഈ ബോട്ടുകളെല്ലാം അവിടെ നിർത്തിയിട്ടിരിക്കുന്നുണ്ടല്ലേ. ഈ ഒരു ആ ഒരു ഏരിയയിൽ മൊത്തം ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ആ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ അവിടെ നീണ്ട നേരെയായിട്ട് കാണുന്നത്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പാലമാണ്. കടലിന് കുറുകെയുള്ള ഒരു പാലമാണ്. ഏകദേശം ഒരു 10-15-20 കിലോമീറ്ററോളം നീട്ടത്തിലുള്ള വലിയ പാലമാണ് കടലിന് കുറുകെ ഉള്ളത്. അപ്പോൾ നമ്മുടെ മീനുകളെല്ലാം നമ്മൾ മേടിച്ചു, വണ്ടിയെ കൊണ്ടുപോയി വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.